നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി വന്നു ചേരുന്ന ചില മുഹൂർത്തങ്ങളാണ് പലപ്പോഴും പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. എത്രയേറെ സമ്പത്തും പ്രതാപവും ഉണ്ടെങ്കിലും പ്രകൃതി ഒരുക്കുന്ന പരീക്ഷണഘട്ടങ്ങളെ അതിജീവിക്കാനായി ഭഗവത് പാദങ്ങൾ മാത്രമാണ് അഭയമെന്ന് അറിഞ്ഞ് ആശ്രയിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും. ഏത് നിമിഷവും അപ്രത്യക്ഷമായേക്കാവുന്ന നീർപ്പോള പോലെയുള്ള ജീവിതത്തിനിടയിൽ അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന ഭഗവാന്റെ ക്ഷണപത്രിക പങ്കുവയ്ക്കാനാണ് ഈ ചെറു വീഡിയോ സന്ദേശം അങ്ങയുടെ കൈകളിൽ എത്തിക്കുന്നത്. ദയവായി ഉത്തമമായ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ഈ സന്ദേശം കേൾക്കുവാനും മറ്റു വിശ്വാസികളിലേക്ക് പകരാനും പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. സാക്ഷാൽ വൈകുണ്ഠനാഥൻ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായ ശ്രീമദ് ഭാഗവതം സപ്താഹയജ്ഞ രൂപത്തിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന പ്രദേശത്തിന് തൊട്ടടുത്തുള്ള അതിപുരാതന ക്ഷേത്രം മട്ടന്നൂർ പരിയാരം ശ്രീ സുബ്രഹ്മണ്യ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 2024 ഏപ്രിൽ 3 മുതൽ 10 വരെ നടത്തപ്പെടുകയാണ്. മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഭാഗവത സപ്താഹയജ്ഞങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച ശ്രീമദ് ഭാഗവത ഉപാസകൻ ബ്രഹ്മശ്രീ കണ്ഠമംഗലം പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കാനുള്ള ഭഗവാന്റെ ക്ഷണപത്രികയായി ഈ വീഡിയോയെ കണ്ടുകൊണ്ട് ഭഗവത് സാന്നിധ്യം പ്രത്യക്ഷത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന പ്രാചീന ക്ഷേത്ര സന്നിധിയിലേക്ക് വന്നു ചേരണമെന്നും തന്നാലാവും വിധമെല്ലാം യജ്ഞവിജയത്തിനായി പ്രവർത്തിക്കണമെന്നും അപേക്ഷിക്കുന്നു. പൂർണ്ണസ്വരൂപ ശ്രീ ജനാർദ്ദന സ്വാമി ഭാവത്തിൽ കുടികൊള്ളുന്ന ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ക്ഷേത്ര പുനരുദ്ധാരണ ലക്ഷ്യാർത്ഥം നടക്കുന്ന മോക്ഷദായകമായ സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കാനും ഉത്തമനായ ആചാര്യനിൽ നിന്നും കേൾക്കാനും എത്രയോ തലമുറകൾക്ക് ശേഷം അവരുടെയൊക്കെ പ്രാർത്ഥനകളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഭഗവത്ഗീതപ്രകാരം നടക്കുന്ന സപ്താഹയജ്ഞത്തിൽ എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് പങ്കെടുക്കാൻ ഓരോ വിശ്വാസിയോടും അഭ്യർത്ഥിക്കുന്നു. ഈ സന്ദേശത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാന്റെ സേവകനായി സ്വയം പ്രചോദിതമായ മനസ്സോടുകൂടി കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാനും നിരവധി പ്രതിസന്ധികൾക്കിടയിലും ഭഗവത് കാര്യാർത്ഥമായി നടത്തപ്പെടുന്ന ഈ മഹായജ്ഞത്തെ ഒരു മഹോത്സവമാക്കി മാറ്റാൻ തന്നാടാവും വിധമൊക്കെ പ്രവർത്തിക്കാൻ ഓരോ വിശ്വാസിയോടും